പെരിയ ഇരട്ടക്കൊലക്കേസിൽ സിപിഐഎമ്മിന് കനത്ത തിരിച്ചടിയായി ശിക്ഷാവിധി. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികൾക്ക് 5 വർഷം തടവും വിധിച്ചു. KV കുഞ്ഞിരാമൻ അടക്കം പ്രതികളെ ജയിലിലേക്ക് മാറ്റി. അക്രമ രാഷ്ട്രീയത്തിനെതിരായ കണിശമായ പരാമർശങ്ങളോടെയാണ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്കെതിരായ ശിക്ഷാവിധി കൊച്ചിയിലെ CBI കോടതി വിധിച്ചത്. CPIഎമ്മിന് കനത്ത പ്രഹരമാണ് കേസിലെ ശിക്ഷാവിധിയും നിരീക്ഷണങ്ങളും. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെ പ്രതികളായ A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ജിജിൻ, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ് എന്നിവർക്കെതിരെ കൊലക്കുറ്റമടക്കം തെളിഞ്ഞിരുന്നു. 10-ാം പ്രതി T. രഞ്ജിത്ത്, 15-ാം പ്രതി A. സുരേന്ദ്രൻ എന്നിവർക്കെതിരെ കൊലപാതക ഗൂഢാലോചനയും തെളിഞ്ഞു. തുടർന്നാണ് ഇവർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ഇവർ 2 ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കണം. 2-ാം പ്രതി സജിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചെന്ന കുറ്റമാണ് 14-ാം പ്രതി K. മണികണ്ഠൻ, 20-ാം പ്രതി KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി ഭാസ്കരൻ വെളുത്തോളി എന്നിവർക്കെതിരെ ചുമത്തിയത്. ഇതിൽ ഇവർക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. മുതിർന്ന CPIM നേതാവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ അടക്കം 4 CPIM നേതാക്കളെയാണ് കോടതി അഴിക്കുള്ളിലാക്കിയത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് സാക്ഷിയായ ദീപിക മാധ്യമപ്രവർത്തകൻ മാധവന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. പെരിയയിൽ കണ്ടത് നശീകരണ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണെന്ന് കോടതി പറഞ്ഞു. ഊർജ്ജസ്വലരായ 2 യുവാക്കളെയാണ് കൊന്നത്. ഇതോടെ 2 കുടുംബങ്ങൾ ദുരിതത്തിൽ ആണ്ടുപോയി. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന തരത്തിൽ നേതാക്കൾ തമ്മിലുള്ള സൗഹൃദം താഴെ തട്ടിൽ കാണാനാകുന്നില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരസ്പരം കൊല്ലാൻ അണികൾ തയ്യാറായി നിൽക്കുകയാണെന്നും കോടതി പറഞ്ഞു. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കാൻ കോടതി തയ്യാറായില്ല. പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം കേട്ട ശേഷമാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെങ്കിലും കേരളീയ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്തുന്ന വിധിയാണ് ഉണ്ടായതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ബോബി ജോസഫ് പ്രതികരിച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല വിധി തന്നെയാണ് കിട്ടിയത്. വിധി ഹാപ്പിയാണ്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ അറിയിച്ചു. ഇതൊരു കോടതിയുടെ വിധിന്യായമാണ്. അതിനെതിരെ അടിയന്തരമായി അപ്പീൽ സമർപ്പിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അപ്പീൽ സമർപ്പിക്കും. 2019 ഫെബ്രുവരി 17-നാണ് കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. മുന്നാട് കോളേജിലെ SFI KSU സംഘർഷത്തിന്റെ തുടർച്ചയായിരുന്നു സംഭവം. കല്യോട്ട് ടൗണിൽ വെച്ച് പ്രതികളായ പീതാംബരനും വിഷ്ണു സുരയുമായി കൃപേഷും ശരത്തും ഏറ്റുമുട്ടി. ഇതിന്റെ വിരോധവും യൂത്ത് കോൺഗ്രസിന്റെ വേരോട്ടം ചെറുക്കുകയെന്ന ലക്ഷ്യവും മുൻനിർത്തി കൊലപാതകം ആസൂത്രണം ചെയ്തെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പോലീസും തുടർന്ന് CBIയും അന്വേഷിച്ച കേസിൽ ആകെ 24 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 10 പേരെ തെളിവില്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിരുന്നു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.